സത്യത്തിൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത് അന്യനാടുകളിൽ ജോലി ചെയ്യുന്ന മലയാളികളാണ്. പ്രവാസികളായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളായിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുത്തുവാക്ക് കേൾക്കുന്നത് ഒരു മുഖ്യമന്ത്രി പോലും ഇല്ലാത്ത ആളല്ലേടാ നിങ്ങൾ എന്നുള്ള ചോദ്യം കേട്ടിട്ടാണ്. സത്യത്തിൽ സഹിക്കാൻ വയ്യ. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന തരത്തിലുള്ള ഈ നടപടികൾ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ലഫ്റ്റനന്റ് ഗവർണറിനടക്കം കത്ത് ചെന്നിരിക്കുകയാണ് കേരളത്തിൽ ഈ രാഷ്ട്രപതിയുടെ ഭരണം വേണമെന്ന ആവശ്യവുമായി. കേരളത്തിൽ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ വോട്ടെണ്ണൽ കഴിഞ്ഞോ 9 ദിവസം കഴിഞ്ഞിട്ടും തീരുമാനം വന്നിട്ടില്ല. ഈ അവസരത്തിൽ കേരളത്തിൽ യോഗ്യരായ മുഖ്യമന്ത്രി ആരുമില്ലാത്തതിനാൽ രാഷ്ട്രപതി ഭരണം മെയ് 24 മുതൽ ഉണ്ടായേക്കാമെന്ന് പ്രവചിച്ചിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. കേരളം കേന്ദ്രഭരണ പ്രദേശമായാൽ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ആകണമെന്ന് പറഞ്ഞ സന്തോഷ് അതിനുള്ള ബയോഡേറ്റയും തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം ലഫ്റ്റനന്റ് ഗവർണർ ആയാൽ കൊണ്ടുവരാൻ പോകുന്ന 37 മാറ്റങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഇത് സന്തോഷ് പണ്ഡിറ്റിന്റെ വിഡ്ഢിത്തരമായി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. സത്യത്തിൽ നമ്മുടെ രാജ്യത്തിലെ, നമ്മുടെ ഈ നാട്ടിലെ, കേരളത്തിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. സന്തോഷ് പണ്ഡിറ്റ് ലഫ്റ്റനന്റ് ഗവർണർ ആയാൽ ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ജനങ്ങളോട് ചോദിക്കുകയാണ്, നമ്മുടെ ഈ നാട്ടിലെ ഇത്രയും നാളും ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാതിരിക്കുന്ന നമ്മുടെ ഈ കേരളത്തിലെ ഈ ഒരു അവസ്ഥ ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാഷ്ട്രപതി ഭരണം തന്നെ വന്നുകൂടെ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ മെയ് 24 മുതൽ രാഷ്ട്രപതി ഭരണം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത്. ഉടനെ മദ്യം നിരോധിക്കും, ലോട്ടറി തുടരും, സ്കൂളിലും കോളേജിലും രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യ ആവശ്യം. രണ്ടാമത്തത്, 1,50,000 കൂടുതൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ അവരുടെ ശമ്പളം 1.5 ലക്ഷമായി നിജപ്പെടുത്തും. ജയിലിൽ ചിക്കൻ, മട്ടൺ, ബീഫ്, മീനടക്കം നോൺ വെജ് അവസാനിപ്പിക്കും. വെജി ഭക്ഷണം മാത്രം കൊടുക്കും. ഇപ്പോൾ ജയിലിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന 640 രൂപ 500 രൂപ കൂലിയാക്കി അവസാനിപ്പിക്കും. ആരെങ്കിലും കുറ്റം ചെയ്ത് ജയിലിൽ കിടന്നാൽ അവരുടെ ഭക്ഷണ ചെലവ് അവരുടെ വീട്ടുകാർ സർക്കാരിന് ഓരോ മാസവും തരണമെന്നും നിയമം കൊണ്ടുവരും. അല്ലെങ്കിൽ കുറ്റവാളികളുടെ ബാങ്കിൽ നിന്നും എടുക്കും. പുതിയ സംരംഭകർക്കും അധികം നിയമം നൂലാമാല ഇല്ലാതെ പുതിയ ബിസിനസ് സ്ഥാപനം തുടങ്ങുവാൻ സഹായിക്കും. ഇത് സംബന്ധിച്ച് ഒരു 100 ഓഫീസുകളിൽ നിന്നും NOC വാങ്ങുന്ന പരിപാടി അവസാനിപ്പിക്കും. ഇതോടെ കേരളം ബിസിനസ് ഫ്രണ്ട്ലി ആകും. അങ്ങനെ കേരളത്തിന് ഒരു ഇമേജ് വന്നാൽ പരമാവധി വിദേശ രാജ്യങ്ങളിൽ പോയി സർക്കാർ ഫണ്ട് നശിപ്പിക്കാതെ തന്നെ വിദേശ നിക്ഷേപം കേരളത്തിൽ എത്തിക്കാവുന്ന ഒരു സാധ്യത ഉണ്ടാകും. മലപ്പുറം ജില്ല വിഭജിക്കും. തിരൂർ, മഞ്ചേരി എന്നീ പേരുകളിൽ പുതിയ ജില്ലകളാവും. പുതിയൊരു ജില്ലാ പഞ്ചായത്ത് വരുന്നതോടുകൂടി 300 കോടിയുടെ അധിക വികസനം അവിടെ നടക്കും. തെരുവ് നായ ശല്യം ശാശ്വതമായി തന്നെ പരിഹരിക്കാവുന്നതാണ്. അവയെ വന്ധ്യകരണം ചെയ്ത് പ്രത്യേക ഷെൽട്ടറിൽ മാറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യും. അതോടെ കേരളത്തിൽ തെരുവുനായ ശല്യം ഇല്ലാതെയാകും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പ്രത്യേകം ഫണ്ട് ഇതിനായി കൊടുക്കും. അതുപോലെ തന്നെ ഭിക്ഷാടനം നിരോധിക്കും. ഭിക്ഷക്കാർക്ക് ഭക്ഷണം മാത്രമേ നൽകാവൂ എന്നും നിയമം കൊണ്ടുവരും. ചാരിറ്റി എന്ന് പറഞ്ഞ് ലൈവ് ഇട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നവർ അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താനും ആ വീഡിയോ SP റാങ്കിലുള്ള പോലീസുകാരിൽ നിന്നോ സർക്കാർ മെഡിക്കൽ ഓഫീസർ വഴിയോ മാത്രം വീഡിയോ ചെയ്യേണ്ടി വരും. ഇതിന് വ്യക്തികളുടെ അക്കൗണ്ട് നമ്പർ അനുവദിക്കില്ല. SBIയുമായി ചേർന്ന് പ്രത്യേക ചാരിറ്റി സ്പെഷ്യൽ അക്കൗണ്ട് തുടങ്ങും. ഇതോടെ കിട്ടുന്നതിന്റെ 50-50 അടച്ചു മാറ്റുന്ന നന്മ മരങ്ങൾ ജോലി അവസാനിപ്പിക്കും എന്നും കരുതാം. KSRTC അടക്കം എല്ലാ വാഹനങ്ങളിലും CCTV നിർബന്ധമാക്കും. 1500 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഉള്ള എല്ലാ വീട്, കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങൾക്ക് 4 ഭാഗവും CCTV നിർബന്ധം ആക്കും. കൂടാതെ ഇതുവരെ വിമാനം, കപ്പൽ, ട്രെയിൻ യാത്രകൾ നടത്താത്ത ആളുകൾക്ക് അതിനുള്ള സൗകര്യം ഒരുക്കും. കേരളത്തിലെ എല്ലാവരെയും ഹാപ്പിയാക്കുന്നത് ലക്ഷ്യം ആണ് ഇതുവഴി നടത്തുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ടൂറിസത്തിലാണ്. ടൂറിസത്തിൽ ലോകത്ത് തന്നെ വലിയ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ടൂറിസ്റ്റ് ഹബ്ബാക്കും. പോസിറ്റീവ് എനർജി കിട്ടുന്ന നല്ല കാര്യങ്ങൾ കൂടി ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഉണ്ടാകും. ലോഡ്ജിംഗ് കൂടുതൽ എളുപ്പമാക്കും. അതുപോലെ തന്നെ കഞ്ചാവ് മാഫിയ, MDMA, അവയവ മാഫിയ ഒക്കെ പൂട്ടുവാൻ പോലീസിന് ഫുൾ ഫ്രീഡം കൊടുക്കും. ആഴ്ചയിലെ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം ജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കും. പരാതി നൽകുവാൻ ഒരു ആപ്പ് ഉണ്ടാകും ട്ടോ. അതിൽ നടത്തിയ നടപടികളും അറിയിക്കും. സ്കൂള് മെയ് 2 തുറക്കും.
എന്നിട്ട് മഴക്കാലം തുടങ്ങിയാൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ 2 തവണയായി 15 ദിവസം വീതം അവധി കൊടുക്കും. സർക്കാർ ഓഫീസുകൾ ശനിയാഴ്ച അവധിയാകും. പകരം 10 മുതൽ 5 പകരം 9:15 5:30 ആക്കും. അതായത് ശനിയാഴ്ചകളിൽ അവധി കൊടുത്തിട്ട് സാധാരണഗതിയിൽ 10 to 5 എന്നുള്ള സമയം മാറ്റി 9:15 മുതൽ 5:30 വരെയാക്കും. അവർക്ക് എല്ലാ വർഷവും മറ്റ് സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും ടൂർ പോകുന്നത് നിർബന്ധമാക്കും. ഇതിനായി 5 ലീവും യാത്രാക്കൂലിയും സർക്കാർ വഹിക്കും. പുതിയ റോഡ് നിർമ്മാണം പെട്ടെന്ന് ഏറ്റെടുക്കില്ല. ആദ്യം നിലവിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് നേരെയാക്കും. അതിനുശേഷം കട്ട് റോഡുകൾ, പഞ്ചായത്ത് റോഡുകൾ റിപ്പയർ ചെയ്യും. അതിനുശേഷം മാത്രം ഇനി പുതിയ റോഡ്. എല്ലാ മലയാളികളും രാവിലെ എഴുന്നേറ്റ് അല്പസമയം വ്യായാമം ചെയ്യുന്നത് നിർബന്ധമാക്കും. ഇതിനായി കുടുംബശ്രീയെ പദ്ധതി തയ്യാറാക്കുവാൻ ഏൽപ്പിക്കും. ഇതിലൂടെ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കും. എല്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിലും സർക്കാർ സ്പോൺസേർഡ് ഹോട്ടലുകൾ തുടങ്ങും. രാവിലെ 25 രൂപയ്ക്കും ഉച്ചഭക്ഷണം 15 രൂപയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് 15 രൂപയ്ക്കും രാത്രിയിൽ ചപ്പാത്തിയും വെജ് കറിയും കൊടുക്കും. 18 വയസ്സ് പൂർത്തിയായ അവിവാഹിതരായ എല്ലാ പെൺകുട്ടികൾക്കും 3000 രൂപ വെച്ച് മാസം കൊടുക്കും. പിന്നീട് ഭർത്താവ് മരണപ്പെട്ടവരെയും സീരിയസ് അസുഖം കാരണം തീർത്തും കിടപ്പിലായവരെയും പരിഗണിക്കും. KSRTC ലാഭമാകുന്നത് വരെ പുതിയ നിയമം നടപ്പിലാക്കില്ല. നിലവിലോടുന്ന മുഴുവൻ റൂട്ടുകളും പുനർപരിശോധിച്ച് കുറേ റൂട്ടുകൾ മറ്റ് റൂട്ടുകളിലേക്കും ഓട്ടിക്കും. KSRTC ടൂർ പാക്കേജ് കൂടുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കും. ശബരിമല സീസണിൽ തീർത്ഥാടകരിൽ നിന്നും വാങ്ങുന്ന അധിക പൈസ ഒഴിവാക്കി സാധാരണ ഫെയർ മാത്രം വാങ്ങും. ജോലിയെടുക്കാതെ ശമ്പളം വാങ്ങുന്ന ആരെയും അനുവദിക്കില്ല. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരെ മാത്രം വിദ്യാഭ്യാസ മന്ത്രിയായി സർക്കാർ സ്കൂൾ, കോളേജ് കൂടുതൽ പ്രൊഫഷണൽ കോഴ്സുകൾ കൊണ്ടുവന്ന് നടപ്പിലാക്കും. സംസ്ഥാനം വിട്ടുപോയ, രാജ്യം വിട്ടുപോകുവാൻ താല്പര്യം കാണിക്കുന്ന കുട്ടികളുമായി സംബന്ധിച്ച് അവരുടെ പ്രശ്നം അനുഭാവപൂർവ്വം പരിഗണിക്കും. സദാചാര പോലീസ് കളിക്കുവാൻ ആരെയും സമ്മതിക്കില്ല. പ്രായപൂർത്തിയായ ഒരു പുരുഷനും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും പഞ്ചാര അടിക്കുന്നത് നിയമപ്രകാരം ഒരു തെറ്റല്ല എന്ന സദാചാര ആളുകളെ അല്ലെങ്കിൽ ആങ്ങളമാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. ഇതിനായി കുറച്ച് പബ്ലിക് വീഡിയോസ് ഇടും. ലോഡ്ജിലും മുറിയെടുക്കുമ്പോൾ കൂടുതൽ ഇന്റർവ്യൂ നടത്തേണ്ട എന്നും നിർദ്ദേശം കൊടുക്കും. ഏതു പാതിരാത്രിയും കേരളത്തിലൊരു സ്ത്രീക്ക് പുറത്ത് സുരക്ഷിതയായി ഇറങ്ങാനും കഴിയണം. ഹെൽമറ്റ് വേട്ട അധികം സ്ട്രിക്റ്റായി ചെയ്യേണ്ട ഒന്ന് പോലീസ് നിർദ്ദേശം കൊടുക്കും. സ്വന്തം ജീവനിൽ താല്പര്യമുള്ളവർ വേണമെങ്കിൽ ഹെൽമറ്റ് വെക്കട്ടെ. ഇനി അപകടം പറ്റിയാൽ, തലയ്ക്ക് പരിക്ക് പറ്റിയാൽ ഇൻഷുറൻസ് കൊടുക്കേണ്ട എന്നും തീരുമാനിക്കും. അത്ര തന്നെ. ഗ്രാമസഭ എല്ലാ വാർഡിലും സ്ട്രോങ് ആക്കും. അവർക്ക് ഫണ്ട് കൊടുക്കും. എല്ലാ വാർഡിലും 45+ പ്രായം, നിയമത്തിൽ വിവരമുള്ള ഒരു സ്ത്രീയായ വാർഡറും ഒരു പുരുഷനായ റിട്ടയർ പോലീസ് അല്ലെങ്കിൽ മിലിറ്ററി, അതുപോലെ തന്നെ LLB കഴിഞ്ഞ വാർഡർ ശമ്പളം കൊടുത്ത് വെക്കുന്നു. ഇതിലൂടെ ഓരോ വാർഡിലും വീട്ടിലെ ആർക്കെങ്കിലും അസുഖം ബാധിച്ച് ആശുപത്രിയിലായാൽ ആ വീട്ടിലെ കുട്ടികൾക്ക് ഭക്ഷണം ഫ്രീ ആയി എത്തിച്ചു കൊടുക്കും. വിവാഹം, മരണം, മറ്റ് വിശേഷങ്ങൾ വരുമ്പോൾ ഇവർ സഹായിക്കും. എല്ലാ വീട്ടിലെയും താമസിക്കുന്നവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ സൂക്ഷിക്കണം. ബംഗാളികൾ വാടകയ്ക്ക് വാർഡിൽ എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ചും അങ്ങനെ നീളുകയാണ്. തീർച്ചയായും ഇത്തരം നല്ല കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് കേരളം പണ്ടേ രക്ഷപ്പെട്ടു പോയേനെ എന്നുള്ളതാണ്. പക്ഷേ ഈ 37 കാര്യങ്ങളുണ്ടെങ്കിൽ 3700ഓളം തടസ്സങ്ങൾ ഇതിന് മുന്നിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായും ഇങ്ങനെ സാധാരണക്കാർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ കോൺഗ്രസ് നിങ്ങളൊരു മുഖ്യമന്ത്രി അങ്ങ് പ്രഖ്യാപിക്കുക എന്നേ തൽക്കാലം പറയാനുള്ളൂ.